ഭർത്താവിൻ്റെയും മക്കളുടെയും ലഹരി ഉപയോഗം ജീവിതമില്ലാതാക്കിയെന്ന് ഒരു വൃദ്ധമാതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലഹരിക്കടിമയായ ഭർത്താവിൻ്റെയും മക്കളുടെയും മർദ്ദനം കാരണം താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ അന്തിയുറങ്ങാനാകുന്നില്ല എന്നാണ് വിതുര സ്വദേശിയായ മേഴ്സി പറയുന്നത്. മേഴ്സിയുടെ ആ കഥന കഥയാണ് ഇനി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. മേഴ്സി പറയുന്നത് കേൾക്കാം. പോലെ ആളുകൾ വരും. അത് ഞാൻ ചോദ്യം ചെയ്തതിനാണ് എനിക്ക് ഇത്രയായിട്ടുള്ള പീഡനം എനിക്ക് നേരെ എൻ്റെ മക്കളും ഭർത്താവും എനിക്ക് നേരെ തിരിഞ്ഞത്. എൻ്റെ ഭർത്താവ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു, നിന്നെ വെട്ടി കൊന്നിട്ടേ ഞാൻ അടങ്ങുള്ളെന്ന്. എന്നെ വെട്ടിക്കൊല്ലാൻ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ പിള്ളേർ എന്നെ ഇത്രത്തോളം വെറുക്കുക. അവർ കഞ്ചാവിന് അടിമയാണ്. അതാണ് ഇവിടുത്തെ ഇഷ്ടംപോലെ ആൺപിള്ളേർ വരും, ഇഷ്ടം പോലെ. അത് ഞാൻ ചോദ്യം ചെയ്തതിനാണ് എന്നെ ഇത്രത്തോളം ഇവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനം പോലെ എന്നെ ചെയ്യണത്. എന്നെ വലിച്ചഴച്ചും കൊണ്ടാണ് അവൾ പോയത്. എന്നിട്ട് ഞാൻ എഴിച്ചപ്പോൾ എൻ്റെ മൂത്ത മോൻ അനൂപ് പറഞ്ഞ് അവിടെ ഇരി ഇന്ന് ഇരുന്നിട്ട് പോയാൽ. ഞാൻ അവിടെ ഇരുന്നത് എൻ്റെ ഭർത്താവ് എന്നെ കട്ടിലിൽ പിടിച്ചിട്ട് കഴുത്തിൽ ഞെക്കി ഇങ്ങനെ പിടിച്ച് ഞാൻ കിടന്ന് വിളിച്ച്. അപ്പോൾ വേറെ പുറത്തുള്ള ആളുകളൊക്കെ വന്നു. അവൾ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് തിരിച്ച്, എനിക്ക് കൈയൊന്നും ഇത് ഇങ്ങനെ വരില്ല, പിടിച്ചങ്ങ് തിരിച്ച് കളഞ്ഞു. ഇവൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് കാണാനില്ല. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് കമ്മറ്റിക്കും പോകണമായിരുന്നു. ഞായറാഴ്ച ദിവസമായിരുന്നു. ഞാൻ മണ്ടേ പോയി നോക്കിയപ്പോൾ ഇവളിരുന്ന് വലിക്കണം ഞാൻ കണ്ട്. സ്റ്റേഷൻ വഴി വനിതാ കമ്മീഷൻ വഴിയൊക്കെ പോയിട്ട് എനിക്ക് ഒരു നീതിയും കിട്ടിയില്ല. ഇപ്പം ഞാൻ DYFIയുടെ ഒരു സഖാവുണ്ട്, അവരുടെ വീട്ടിലാണ് താമസിക്കണം. സ്വന്തമായി വെച്ച വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ടിരിക്കുകയാണ് മേഴ്സി. മേഴ്സിക്കൊരു ഭർത്താവുണ്ട്, ആൺമക്കളുണ്ട്. ആ ആൺമക്കൾക്ക് ഒരു പെൺസുഹൃത്തുണ്ട്. മേഴ്സിയുടെ പരാതിയിൽ ഒരു മകനെയും പെൺസുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേഴ്സിയുടെ വീട്ടിലെ ലഹരി ഉപയോഗത്തിൻ്റെ ദൃശ്യം റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിടുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണൂ. അച്ഛനും മക്കളും പെൺസുഹൃത്തും കൂടി ഒരുമിച്ചിരുന്ന് കഞ്ചാവും മറ്റ് മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. ഇത് മേഴ്സിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു. അവിടെ ആൺമക്കളും ഭർത്താവും ഈ ഒരു മകൻ്റെ പെൺസുഹൃത്തും അടക്കം ഒരുമിച്ചിരുന്ന് കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ്. നമ്മൾ ബ്ലർ ചെയ്ത് കാണിച്ചത് അതിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ദൃശ്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഒരമ്മയെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഭാര്യയെ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ ഒരു കുടുംബത്തിൻ്റെ കഥയാണത്. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മേഴ്സിയുടെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റിനു ആണ്. റിനു, വെരി ഗുഡ് മോർണിംഗ് റിനു. നമുക്ക് ആ മേഴ്സിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടത്തോടു കൂടി അത് കേട്ടു നിൽക്കാൻ പറ്റൂ. ഭർത്താവും മക്കളും മക്കളും ഉണ്ടായിട്ടും സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ട് മറ്റൊരു വീട്ടിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയിലാണ് മേഴ്സിയുടേത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മേഴ്സിയുടെ വീട്ടിൽ റിനു? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വിതുര മേമല സ്വദേശിയാണ് ഈ മേഴ്സി എന്ന് പറയുന്ന 61 വയസ്സുകാരി അമ്മ. കഴിഞ്ഞ ദിവസം ഈ വിതുര പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഈ അമ്മയെ നമ്മൾ കാണുന്നത്. ഈ ഏകദേശം രാവിലെയോടുകൂടി പോലീസ് സ്റ്റേഷനിലെത്തി ഉച്ചയ്ക്ക് ശേഷവും അവിടെ നിലകൊള്ളുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ അമ്മയ്ക്ക്. കാരണം പോകാൻ മറ്റൊരിടമില്ല എന്നുള്ളതാണ് ഈ അമ്മ നമ്മളോട് പങ്കുവെച്ചത്. വീട്ടുവേലയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയെടുത്തു. പക്ഷേ ആ വീട്ടിൽ നിന്ന് ഭർത്താവ് ശശിയും അതുപോലെ തന്നെ ഇരട്ട സഹോദരങ്ങളായിട്ടുള്ള മക്കൾ അനൂപും അനീഷും ചേർന്ന് അടിച്ചിറക്കി എന്നുള്ളതാണ്. ഈ ലഹരി ഉപയോഗിക്കുന്നവരാണ് ഈ അച്ഛൻ ആദ്യകാലത്ത് മദ്യം മാത്രമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നീട് ലഹരി, അതായത് കഞ്ചാവ് ഉൾപ്പെടെ മറ്റ് രാസലഹരി ഉൾപ്പെടെ ഉപയോഗിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ്. ഈ മക്കളാണ് ഇത് ഈ വീട്ടിലെത്തിച്ച് ഈ അച്ഛൻ ഉൾപ്പെടെ നൽകുന്നത് എന്നുള്ളതും മേഴ്സി പറയുന്നുണ്ട്. നിരവധി പേർ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ലഹരി ഉപയോഗിക്കുവാൻ. നമ്മൾ ആ വിഷനിലൊക്കെ തന്നെ കാണാം, ഏകദേശം 10-ൽ കൂടുതൽ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. ഇവരെല്ലാം തന്നെ വീട്ടിലെത്തുന്നതും ഈ ലഹരി രഹസ്യമായി ഉപയോഗിക്കുന്നത് ഈ അമ്മ ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് ക്രൂരമായി മർദ്ദിക്കുന്നത്.
മർദ്ദിക്കുന്നത് ഈ ഭർത്താവും 2 മക്കളും ചേർന്ന്. അതിനുശേഷം സ്വന്തം പ്രാണരക്ഷാർത്ഥം ഈ അമ്മ ആ വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു. തുടർന്ന് തൊട്ടടുത്തുള്ള ഒരു ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായി കഴിയുന്നത്. ഇന്നലെ ഈ വീട്ടിലേക്ക് 2 ദിവസം മുമ്പ് ഈ വീട്ടിലേക്ക് തിരികെ ഈ അമ്മ എത്തിയിരുന്നു. ഈ സമയത്താണ്, അതായത് ഒരു പെൺസുഹൃത്ത്, ഈ അനൂപ് എന്ന് പറയുന്ന മകനുണ്ട്, ആ പെൺസുഹൃത്തും കുറച്ചു കാലമായി ഈ വീട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. നിയമപരമായി വിവാഹം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈ വീട്ടിലുണ്ട്. ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ അനൂപ് എന്ന് പറയുന്ന മകനും ആ സമയത്ത് റോഡിലേക്ക് വലിച്ചിഴച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. തുടർന്നാണ് അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ അമ്മയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതി നൽകുകയും പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ അവർക്ക് മറ്റ് തെളിവുകളോ രാസലഹരിയോ മറ്റ് ലഹരിയോ ആ വീട്ടിൽ നിന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസെടുക്കാനും കഴിഞ്ഞില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഈ അമ്മ പരാതിയുമായി സ്റ്റേഷനിലേക്ക് എത്തുന്നു. തുടർന്ന് സിഐയുടെ നേതൃത്വത്തിലുള്ള വിതുര പോലീസ് അവിടെ എത്തി ഈ മകനെയും, അനൂപ് എന്ന് പറയുന്ന ഒരു മകനെയും അതുപോലെ തന്നെ പെൺസുഹൃത്ത് സംഗീതയെയും കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം നെടുമങ്ങാട് കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള മർദ്ദനമുറകളാണ് ഈ 61 വയസ്സുകാരിയായിട്ടുള്ള മെഴ്സി എന്ന് പറയുന്ന അമ്മയോട് ഈ ഭർത്താവും അതുപോലെ തന്നെ ഈ 2 ആൺമക്കളും ഇരട്ട സഹോദരങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ശശി എന്ന് പറയുന്ന ഭർത്താവും അതുപോലെ തന്നെ ഒരു മകനും, അനീഷ് എന്ന് പറയുന്ന ഒരു മകനും ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് പോകാൻ ഭയമാണ് എന്നുള്ളതാണ് ഈ അമ്മ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതിദാരുണമായിട്ടുള്ള ഒരു കഥ. നമുക്ക് കുറച്ച് സമയം മാത്രമാണ് പ്രേക്ഷകരിലേക്ക് അവരുടെ ആ ഒരു വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞത്. ഏകദേശം 10-15 മിനിറ്റോളം അമ്മ സംസാരിച്ചിട്ടുണ്ട്. വളരെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വളരെ സങ്കടത്തോടു കൂടിയാണ് അവർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും പോലീസ് കഴിഞ്ഞ ദിവസം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവർ 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ രാസലഹരി 2 മക്കൾ ഉപയോഗിക്കുന്നു, അച്ഛനും കൊടുക്കുന്നു. അച്ഛൻ ആദ്യഘട്ടത്തിൽ മദ്യം മാത്രമാണ് ഉപയോഗിച്ചിരുന്നു, പക്ഷേ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അമ്മ ജോലിക്ക് പോകുമായിരുന്നു. ജോലിക്ക് പോയി സമ്പാദിച്ചു വെച്ച സ്വർണം ഉൾപ്പെടെയുള്ളവ ഈ അച്ഛനും 2 മക്കളും ചേർന്ന് കവർന്നെടുത്തു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തത്. അരുൺകുമാർ, റിനു, ഇപ്പോൾ ഈ അമ്മയുള്ളത് ഡിവൈഎഫ്ഐയുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, തൊട്ടടുത്തുള്ള ഡിവൈഎഫ്ഐയുടെ അംഗമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ്. അക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് തന്നെയാണ് താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ആ വീട്ടിൽ തുടരട്ടെ എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നത്. പക്ഷേ ഈ അമ്മയ്ക്ക് ആ വീട്ടിലേക്ക് സ്വന്തം കഷ്ടപ്പെട്ട് വെച്ച് ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഏകദേശം 10-15 പേരാണ് ഓരോ ദിവസവും ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരുമിച്ചിരുന്ന് ഈ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഈ അമ്മയെ കെട്ടിയിട്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ് ഈ അമ്മ നമ്മളോട് പങ്കുവെച്ചത്. അരുൺകുമാർ, എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു അമ്മ 61 വയസ്സുണ്ട്, കെട്ടിയിടുക, അവരെ പീഡിപ്പിക്കുക, മർദ്ദിപ്പിക്കുക, അത് ചെയ്യുന്നതാരാ? മക്കളും പിന്നെ ഭർത്താവും പിന്നെ മകൻ്റെ പെൺസുഹൃത്തും കൂടി ചേർന്നിട്ടാണ്. എന്താ ചെയ്യേണ്ടത് ഈ മനുഷ്യരല്ലേ? ക്രൂരത എന്നൊക്കെ പറഞ്ഞാൽ ലഹരിയുടെ വിപത്തിൽപ്പെട്ടു പോകുമ്പോൾ ഒരു കുടുംബം എങ്ങനെ അനാഥമായി തീരുന്നു എന്നുള്ളതാണ്. അച്ഛനും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് തുടങ്ങാം എന്ന് കരുതുന്നവർ പ്രത്യേകിച്ച് ഈ മെഴ്സിയുടെ കഥ കേൾക്കണം. ഒരു കാരണവശാലും പാടില്ല, അതുണ്ടാവാനേ പാടില്ല. ഒടുവിൽ മക്കളാണ് ഇപ്പോൾ അച്ഛനെയും കൂടി ആ വഴിക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അമ്മ പുറത്തായിരിക്കുന്നു, 61 വയസ്സുള്ള ആ സ്ത്രീ ഇനി എവിടെ പോകും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. റിനുവാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.